എൻ്റെ മോള് പലവട്ടം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോൾ വിളിക്കുമ്പോഴും പറയാം, അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനോടും അവള് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരിക്കലും ഞാൻ മരിക്കത്തില്ല, സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ, അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. 2-3 വട്ടം ഇപ്പം ഇടയ്ക്ക് വെച്ച് ഭയങ്കര വഴക്ക്, തലയ്ക്ക് പാത്രം എടുത്ത പ്ലേറ്റ് എടുത്തടിച്ച് 4 തുണ്ടായില്ലേ വെള്ളപ്പാത്രം ചോറുണ്ണുന്നു. അവൻ ചെയ്യുന്ന എല്ലാം തലയ്ക്കും നാവിക്കും ഒക്കെയാ. അങ്ങനെ കൊല്ലം ചവറയിൽ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കാൻ ഏറ്റവും കാരണം ഈ ഒരു മാതാപിതാക്കൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇത്രയും നാളുകൾ കൊണ്ട് ആ ഒരു കുട്ടി തൻ്റെ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളാണ് എന്നെ ഭർത്താവ് പറയുന്നത്, എന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ ഒരു വീഡിയോ കോൾ വിളിക്കുമ്പോഴത്തേക്ക് കാണിച്ചു പോലും കൊടുത്തിട്ടും സ്വന്തം മാതാപിതാക്കൾ ഇത്രയും നാളായിട്ട് അതിനെതിരായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഒരു പ്ലേറ്റ് എടുത്ത് തലയ്ക്ക് അടിച്ച് പ്ലേറ്റ് 4 തുണ്ടായിരുന്നു. എത്ര മര്യാദ ഇരിക്കുന്നു. ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നു. ലാസ്റ്റ് ഘട്ടത്തിലാണ് മരിച്ച ശേഷമാണ് അവർ വന്ന് പറയുന്നത്, ഇത്രയും ഞാൻ ഇന്നതുപോലെ സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇതാണ്, അവളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യത്തില്ലേ, ഒരു 100-ൽ വിളിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ടോ നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു ഫ്ലാറ്റിൽ അയാൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. ആ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾക്കൊന്ന് പോലീസിനെ വിളിച്ചൊന്ന് ഇറക്കിക്കൊണ്ട് പോയിക്കൂടായിരുന്നു. കുറച്ച് നാളെങ്കിലും ആ ഒരു കുട്ടി ജീവിക്കത്തില്ലായിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം അയ്യോ അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവൾ അങ്ങനെ പറഞ്ഞിരുന്നു, എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സകലതും അറിയാം. പക്ഷേ ആരും അതിന് മുന്നോട്ട് വരത്തില്ല. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഓരോരുത്തർ വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു കുടുംബക്കാർ തന്നെയാണ്. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരെടുക്കും, ആൽബങ്ങൾ എടുത്ത് നോക്കും, അയ്യോ ഇതെൻ്റെ മോളുടെ കല്യാണ ഫോട്ടോയാണ്, ഇനി ജീവിതകാലം മുഴുവൻ അത് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നും എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെയാണ്. ഇത് കൂടുതൽ നടക്കുന്നത് ഇത്രയും നല്ല കാശുള്ള ടീമിൻ്റെ ഇത്രയും പാവപ്പെട്ട കുടുംബത്തിൽ ഇങ്ങനെ വരുന്നെന്ന് തോന്നുന്നില്ല. ഇത്രയും കണ്ടതിന് ശേഷം ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്നതിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഇച്ചിരി കാശൊക്കെ ഉള്ള ടീമിൽ സ്ത്രീധനവും മേടിച്ച് വാങ്ങിച്ചത്, അയാൾക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നു, ആരുമായിട്ടൊരു ബന്ധമില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എങ്ങനെയാണ് കെട്ടിച്ചു വിടുന്നത്? കെട്ടിച്ച് വിട്ടുപോട്ടെ. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വീട്ടുകാരുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, സഹിക്കൂ, എല്ലാവരും സഹിക്കൂ, സഹിച്ചു, എല്ലാം പോയി.